കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. ഒരാൾ കേരളീയനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതാണ് നേറ്റിവിറ്റി കാർഡ്. കേരള സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാകും വിധമുള്ള ആധികാരിക രേഖയായി നേറ്റിവിറ്റി കാർഡ് മാറും. സുലേഖ ചേരുകയാണ്. സുലേഖ, എന്തൊക്കെയാണ് ഈ കാർഡിന്റെ വിശദാംശം? ഷമി, എന്തായാലും ഇന്ന് മന്ത്രിസഭാ യോഗമാണ് ഇത്തരത്തിൽ കേരള നേറ്റിവിറ്റി കാർഡ് ബില്ലിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. കേരള നേറ്റിവിറ്റി കാർഡ് ഇത്തരത്തിൽ ഒരാൾ കേരളീയനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാർ നൽകി വരുന്ന നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് മാതൃക ഉൾക്കൊണ്ടാണ് ഈ കാർഡ് നൽകുക എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാന സർക്കാർ നൽകുന്ന വിവിധ സേവനങ്ങൾക്കും സാമൂഹ്യ ആവശ്യങ്ങൾക്കും ഉപയോഗപ്രദമാകും വിധമുള്ള ആധികാരിക രേഖയായി ഈ നേറ്റിവിറ്റി കാർഡ് അംഗീകരിക്കുമെന്നുള്ളത് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഉള്ള ഒരു തീരുമാനം വന്നിട്ടുള്ളത്. നേറ്റീവ് എന്നാൽ കേരളത്തിൽ ജനിച്ച വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരോ തങ്ങളുടെ പൂർവികരിൽ ഒരാൾ കേരളത്തിൽ ജനിച്ചവരും വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരുമായിരിക്കണം എന്നുള്ളതാണ്. വിദേശ പൗരത്വം സ്വീകരിച്ചവർക്ക് നേറ്റിവിറ്റി കാർഡിന് അർഹതയുണ്ടായിരിക്കില്ല. അതിനൊപ്പം തന്നെ നേറ്റിവിറ്റി കാർഡ് ലഭിച്ച ശേഷം വിദേശ പൗരത്വം സ്വീകരിക്കുന്ന പക്ഷം നേറ്റിവിറ്റി കാർഡ് അസാധുവാകും എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. തൊഴിൽ സംബന്ധമായോ ജീവനോപാധി സംബന്ധമായോ മറ്റു കാരണങ്ങളാണോ ഇത്തരത്തിൽ മാതാപിതാക്കളോ പൂർവികരോ കേരളത്തിന് പുറത്തായിരിക്കുമ്പോൾ അവിടെ ജനിച്ചവരും നേറ്റീവായി കണക്കാക്കും എന്നുള്ളത് തന്നെയാണ്. അതായത് വിദേശ പൗരത്വം ലഭിച്ചിട്ടില്ലാത്ത ആൾക്കാരെയും ഇത്തരത്തിൽ നേറ്റീവായി കേരളീയരായി കണക്കാക്കും എന്നുള്ളത് തന്നെയാണ് ഈ നേറ്റീവ് കാർഡിലൂടെ ഉദ്ദേശിക്കുന്നത്. കാർഡ് അനുവദിക്കുന്നതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ തഹസിൽദാർ ആണെങ്കിലും നേറ്റിവിറ്റി കാർഡുകൾ സംബന്ധിച്ച് രജിസ്റ്റർ വില്ലേജ് ഓഫീസിൽ സൂക്ഷിക്കേണ്ടതാണ് എന്നതാണ് നിയമം. നേറ്റിവിറ്റി കാർഡിന്റെ നിയമം വ്യവസ്ഥ ചെയ്യുന്നത്. കാർഡ് ആവശ്യമുള്ളവർക്ക് തഹസിൽദാർക്കാണ് ഇത്തരത്തിലുള്ള ഒരു അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിലവിലുള്ള വിവരങ്ങൾക്ക് പുറമെ സർക്കാർ കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന വിവരങ്ങൾ നേറ്റിവിറ്റി കാർഡിൽ ഉൾപ്പെടുത്തും. സർക്കാർ വകുപ്പുകൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി ഏതെല്ലാം സാഹചര്യങ്ങളിൽ മറ്റു രേഖകൾക്കൊപ്പം ആധികാരിക രേഖയായി നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കുന്നത് എന്നത് സർക്കാരിന് വിജ്ഞാപനം ഇറക്കും എന്നുള്ളത് തന്നെയാണ് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും നേറ്റിവിറ്റി കാർഡ് ആവശ്യമുള്ള ഏതൊരു വ്യക്തിയും നിർണയിക്കപ്പെട്ട രീതിയിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ മുമ്പാകെ നിശ്ചിത ഫോറത്തിൽ രേഖകളും ഫീസും സഹിതം അപേക്ഷ സമർപ്പിക്കണം എന്നതുകൂടിയുണ്ട്. ജില്ലാ കളക്ടർക്ക് കക്ഷിയുടെ അപേക്ഷ പ്രകാരം റവന്യൂ ഡിവിഷൻ ഓഫീസർ മുഖേന തീരുമാനമോ അല്ലെങ്കിൽ പാസാക്കി ഉത്തരവോ പുനഃപരിശോധിക്കാനുള്ള അധികാരം ഉണ്ടായിരിക്കും എന്നുള്ളതും ഈ തീരുമാനത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഇത്തരത്തിൽ നേറ്റിവിറ്റി കാർഡിന് അംഗീകാരം നൽകിയിട്ടുള്ളത്. ഒരു ആൾ അത് കേരളീയനാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാർഡാണ് ഈ നേറ്റിവിറ്റി കാർഡ് എന്ന് പറയുന്നത്.